ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി മഷ്റൂം പാസ്തയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടി ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് സ്ലൈസസ് ആക്കാം. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കിച്ചൺ ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചെടുത്തതാണ്. ഇതിൻ്റെ പുറം ഭാഗം പീൽ ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്ത് വരുമ്പോൾ വല്ലാതെ ഇതായിപ്പോവും. അതുകൊണ്ട് ഇത്തിരി കനത്തിൽ വേണം അത് മുറിച്ചെടുക്കാനായിട്ട്. നമ്മുടെ മഷ്റൂമെല്ലാം നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഞെട്ടിഭാഗം നന്നായിട്ട് കനം കുറച്ച് വേണം എടുക്കാനായിട്ട്. നമ്മളിവിടെ മഷ്റൂം എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് ആവശ്യം. അത് വളരെ നൈസായിട്ട് നമുക്ക് നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് തുടങ്ങി നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ഇതുപോലെയുള്ളതാണ് ഇടുന്നത്. ഏകദേശം 10 മിനിറ്റോളം ഇതിന് വേവുണ്ടാവും. നിങ്ങൾ പാസ്തയുടെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓവറായിട്ട് കുക്കായി പോയാൽ പിന്നെ പാസ്തയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ പാസ്ത കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മഷ്റൂം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിലിട്ട് നന്നായിട്ട് മഷ്റൂം ഫ്രൈ ആക്കിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതിലിട്ട് വഴറ്റേണ്ടി വരും. ഈ സമയത്ത് ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോകണം വരെ ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാസ്ത വേവിച്ച ആ വെള്ളത്തിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതാണ് ഈ
പാസ്തയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് വറ്റിച്ച് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇറ്റാലിയൻ സീസണിങ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു നല്ല റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.